കുറച്ചിതായിട്ടാണ് തക്കാളി, മുളക്. അങ്ങനെ നമ്മുടെ ഭായിമാർക്കൊരു മീൻകറി വെക്കാൻ പോവുകയാണ്. തുടക്കം വലുതായിട്ടില്ല, കുറച്ചിതായിട്ടാണ് തക്കാളി, മുളക്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എന്ന് കിട്ടിയത് ചെറിയ കിരിയാനാണ്. കടുക്, മല്ലി, പിന്നെ ചില്ലി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, പിന്നെ ഫിഷ് മസാല ഇച്ചിരി കൂടെ ഇത് കിട്ടാൻ വേണ്ടി. അപ്പോൾ ആദ്യം നമ്മൾ ചട്ടിയിലോട്ട് എണ്ണ ഒഴിക്കുകയാണ്. കടുക് ഇടുകയാണ്. അപ്പം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതിനകത്ത് ഇടുകയാണ്. ഇന്നലെ നമ്മൾ ഇമാർക്ക് ഉണ്ടാക്കി കൊടുത്തായിരുന്നു. അപ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട് ഒന്നും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു. ഇച്ചിരി മുളക് പൊടി ഇടുകയാണ്. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുക. അപ്പം കുറച്ചേ എടുത്തോ. വെള്ളം ഒഴിക്കുകയാണ് പാകത്തിനുള്ള. എന്നിട്ട് നമ്മൾ ഗരം മസാല ഇടുകയാണ്. ഗരം മസാല ഇപ്പം നമ്മൾ വലുതായിട്ട് എടുത്തില്ല. പിന്നെ മുളക്, നമ്മൾ മീനിടുകയാണ്. ഫിഷ് മസാല ഇടുകയാണ്. ഫിഷ് മസാല നമ്മൾ ഇച്ചിരി ഉപ്പിടുകയാണ്. ഇത് നല്ല കറി കേട്ടോ, സെറ്റപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടും. ഇന്നലെ ഞാൻ ചെറുതായിട്ട് ചുമ്മാ വെച്ചതാ. ഇന്ന് കാര്യമായിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതിൻ്റെ അകത്ത്. പക്ഷേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമ്മൾ ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ നമ്മുടെ തോട്ടുപൊളി. അത് മാത്രം ഇല്ലാതായി. അതുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ഗുമ്മായ. പണി പാളി ഗൈസ്. ഗ്യാസ് തീർന്നു. ആറ്റുനോറ്റ് വെച്ചത് അതും പോയി. ഗ്യാസ് ഓടിച്ചോണ്ട് പെട്ടെന്ന് മേടിച്ചോണ്ട് കേട്ടാ. ഇപ്പം ഗ്യാസ് കൊണ്ടുവന്നിരിക്കുന്നു. ഇത് മീൻ ഇതിനൊന്ന് ചൂടായിട്ട് വേണം ഇത് നമുക്ക് കറിവേപ്പില ഇടാൻ. എന്നാലേ അതിൻ്റെ ഒരു സത്ത് കിട്ടത്തുള്ളൂ, നല്ല ടേസ്റ്റ്. അങ്ങനെ ഗായ്സ് കറിവേപ്പില ഇടുകയാണ്. പിന്നെ നമ്മളിതങ്ങ് അടച്ച് വെക്കുകയാണ്. ഇനി 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറക്കത്തുള്ളൂ. നമുക്ക് നമ്മുടെ വീട്ടിലെ പോലെ മറ്റേ അടപ്പില്ല, പാത്രമേ ഉള്ളൂ. ഇത് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ മീൻകറി റെഡി ആയിരിക്കുന്നു. നോക്കട്ടെ, ടേസ്റ്റ് നോക്കട്ടെ. ജമാസാനം ടേസ്റ്റ് മാറി കൂടെ കൊടുക്കാം. സൂപ്പറാണ്. സെറ്റായി.